നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഇറാൻ്റെ സമ്പൂർണ്ണ നാശമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ആക്രമണം നടത്തുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ്. പൂർണ്ണനാശവും ചില മരണങ്ങളും ഉറപ്പുവരുത്തും. ഇതുവരെ ലക്ഷ്യമിടാത്ത കേന്ദ്രങ്ങളെയും വ്യക്തികളെയും ആക്രമിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടുള്ള ഇറാൻ്റെ മാപ്പ് പറച്ചിൽ. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ തനിക്ക് നന്ദി പറഞ്ഞുവെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാനിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം നടത്തുമെന്ന് US സ്റ്റേറ്റ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റും പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഇറാനിലെ 3000 ലക്ഷ്യങ്ങളും 43 കപ്പലുകളും തകർത്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. ഇറാൻ്റെ വ്യോമനാവിക സേനകളെ നശിപ്പിച്ചെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ്റെ സർവനാശമെടുത്തു. നമുക്ക് ചർച്ച ചെയ്യാം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, പ്രതിരോധ വിദഗ്ധൻ കേണൽ S. ഡിന്നി, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, ഇടത് നിരീക്ഷകൻ ജലീൽ പുനലൂർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ്റെ സർവനാശം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ലേ? ശ്രീ അനിൽ, സർവനാശം എന്ന് പരമ്പരാഗതമായി പറഞ്ഞിരുന്നത് ഇറാനാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും സർവനാശം എന്നാണ് എക്കാലത്തും ഇറാൻ പറഞ്ഞിരുന്നത്. ഇസ്രയേലെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഡൂംസ് ഡേ ക്ലോക്ക് പോലും ഇറാൻ സജ്ജമാക്കി വെച്ചിരുന്നു. അത് 2040 സംഭവിക്കേണ്ട കാര്യമായി ഇറാൻ കരുതി എങ്ങനെ ടെഹ്റാനിൽ ഒരു ക്ലോക്ക് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു വശത്ത്. ഇപ്പോൾ ഇതാ ഇറാന് സർവനാശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇറാൻ എന്ന രാജ്യത്തെ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയെ ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഓൾ ഔട്ട് വാർ, കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന യുദ്ധം അടുത്ത ഗിയറിലേക്ക് മാറുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് മാറുകയാണ്. ഒരുപക്ഷെ സെക്കൻഡറി ടാർഗറ്റിലേക്ക് കൂടി ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനുകൾ, സൈനിക സന്നാഹങ്ങൾ, വിവിധങ്ങളായ ഇടങ്ങളിലെ സ്ഥലങ്ങൾ എന്നിവയിലേക്ക് കൂടുതൽ ആക്രമണം അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ കീഴടങ്ങൂ എന്നാണ് അമേരിക്ക പറയുന്നത്. നിങ്ങൾ നിരുപാധികം ആയുധം വെച്ച്, പരമ്പരാഗതമായ ഭാഷയിൽ പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങൂ എന്ന് പറയുമ്പോൾ അഭിമാനബോധമുള്ള ഇറാൻ ജനതയ്ക്ക്, ഇറാൻ ഭരണകൂടത്തിന്, അവശേഷിക്കുന്ന ഭരണകൂടത്തിന് എന്നല്ല എനിക്ക് പറയാൻ പറ്റൂ, അവശേഷിക്കുന്ന ഭരണകൂടത്തിന് അത് ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കാരണം ഇറാൻ ഒരുപക്ഷെ ആരാണ് സുപ്രീം നേതാവ്, ആരൊക്കെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാലും അവരെല്ലാം തന്നെ അമേരിക്കയും ഇസ്രയേലും ഫിനിഷ് ചെയ്യും എന്ന് അറിയാത്ത രാജ്യമല്ല ഇറാൻ. അതുകൊണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ലീഡർഷിപ്പ്, ഓൾട്ടർനേറ്റ് പദ്ധതികൾ എല്ലാം ആവിഷ്കരിച്ച് തന്നെയാണ് ഇറാൻ ഈ ഒരു അവസ്ഥ വന്നു ചേരും എന്ന് ഇറാൻ അറിയാത്തതൊന്നുമല്ല, വർഷങ്ങളായിട്ട് അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ അറിയാമല്ലോ. ആ രീതിയിൽ മുന്നേറുകയാണ്. അവിടെയാണ് ഇറാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വന്ന പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ശ്രീ അനിൽ ഇപ്പോൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചത്. അതിലൊന്ന്, ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മയപ്പെടൽ, ചെറിയ രീതിയിൽ സംയമനം പാലിക്കുന്ന ഇറാൻ ഒരു മാപ്പപേക്ഷയാണ്, ക്ഷമാപണമാണ്, പശ്ചാത്താപത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. അതൊരു തന്ത്രമാവാം. അറബ് രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സഹോദരങ്ങളാണ്, നമ്മളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്, ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി, ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കൻ താവളങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആക്രമിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല, ഞങ്ങൾ ആക്രമിച്ചു പോയി, ഇനി അത് ആവർത്തിക്കില്ല, നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഇരിക്കാം, ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ല. ആകെ ഉണ്ടായ ആക്രമണം സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരുന്നു. അല്ലാതെ സംഭവിച്ചതെല്ലാം തന്നെ കോലാറ്ററൽ ഡാമേജ് മാത്രമാണ്. സ്വാഭാവികമായി ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ലക്ഷ്യം തെറ്റി വീഴുന്ന മിസൈലുകൾ, ചീളുകൾ പതിച്ച് ആകാശത്ത് വെച്ച് തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ ഡെബ്രി വന്ന് വീണുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. അതുമാത്രമല്ല, സുഹൃത്ത് രാജ്യങ്ങളായ ഒമാനെ ഞങ്ങൾ ആക്രമിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. 2 തുറമുഖങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണ്. അതുപോലെ ഖത്തറിന് നേരെ അൽ-ഉദൈദ് വ്യോമതാവളത്തിനെതിരെ അല്ലാതെ ഖത്തറിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം വ്യാപിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സമസ്ത അപരാധങ്ങളും പൊറുക്കണം എന്ന് പറയുമ്പോൾ
ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് ശ്രീ അനിൽ. ഇറാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ അമേരിക്കയോട് ഒരു പക്ഷേ മെല്ലെ പോവാനായി സ്നേഹപൂർവ്വം ഉപദേശിക്കും എന്നൊരു ചിന്തയാണ്. കാരണം നീണ്ടുപോയാൽ ഇതിനകത്ത്, ഈ പറയുന്നതിനകത്ത് ഒരു വെയിൽ ത്രട്ടമുണ്ട്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളത് പൂർണ്ണമായി അടച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ തങ്ങളുടെ സ്വാധീന മേഖലയാണ്, തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അത് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ, അല്ല എങ്കിൽ മാസങ്ങളോളം നിങ്ങളുടെ കപ്പലുകൾക്ക് അകത്തേക്കും പുറത്തേക്കും കടന്നു വരാനായില്ലെങ്കിൽ നിങ്ങളുടെ എണ്ണപ്പാടങ്ങളിൽ നിന്നും ഡ്രില്ലിങ് നടക്കില്ല, നിങ്ങളുടെ എണ്ണ വിപണനം നടക്കില്ല, എണ്ണ ഉത്പാദനം നടക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ അഫക്റ്റഡ് ആകും. എങ്ങനെയാണ് നിങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കാനാവുക? ലാർജ് സ്കെയിൽ റിട്രെഞ്ച്മെൻറ്റ് ഉണ്ടാകും. തൊഴിലാളികൾക്ക് എണ്ണപ്പാടങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവർക്ക്, ടെക്നീഷ്യന്മാരുൾപ്പെടെ തിരിച്ചു പോകേണ്ടി വരും. അത് വലിയൊരു രീതിയാണ്. അത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് വലിയ ഒരു വിപത്തായി മാറും. അതൊന്ന്. രണ്ട്, ആ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സപ്ലൈ എത്തണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ വരുന്നത് കരവഴിയല്ല, കടൽ വഴിയാണ്. അത് ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളാണ് സപ്ലൈ എത്തിക്കുന്നത്. അതിൽ ചൈനീസ് കപ്പലുകളും ഇന്ത്യൻ കപ്പലുകളും മറ്റ് പല രാജ്യങ്ങളുടെ കപ്പലുകളും ഉണ്ടാകും. അവയാണ് അരിയും ഗോതമ്പും എന്ന് വേണ്ട സകല കാര്യങ്ങൾ, പച്ചക്കറി ഉൾപ്പെടെ സകല കാര്യങ്ങളും ഗൾഫിൽ എത്തിക്കുന്നത്. ഈന്തപ്പഴവും എണ്ണയും ക്രൂഡ് ഓയിലും കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുടെ ഉൽപ്പാദനം വെളിയിലാണ്. ഇതെല്ലാം തന്നെ എത്തണം. അതുകൊണ്ട് 1-2 ആഴ്ച ഈ കലാപരിപാടി മുന്നോട്ട് പോകും, പക്ഷെ ദീർഘകാലം പോവില്ല എന്ന് ഗൾഫ് രാജ്യങ്ങളെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്ന ഇറാനെ കാണാം. അവിടെയാണ് ഒന്ന്. മറുവശത്തെ ഇതിനുള്ള മറുപടി എന്നോണം പരിഹാസത്തിൻ്റെ പരകോടിയിൽ നിന്നുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുകയാണ്, ഞങ്ങൾ ഓൾ ഔട്ട് അറ്റാക്കിൽ വിശ്വസിക്കുന്നു. റെജീം ചേഞ്ച് എന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും അത് ഞങ്ങൾ പറയുന്ന ആളെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന ആൾ അവിടെ നിങ്ങളെ ഭരിക്കും എന്ന് പറയാനുള്ള ധൈര്യം ഡൊണാൾഡ് ട്രംപിനും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എസ്കലേഷൻ മോഡിലേക്ക് പോകാൻ, ഫർദർ എസ്കലേഷനിലേക്ക് പോകാൻ ട്രംപ് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് മയപ്പെടുത്തുകയും അതേസമയം ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി കരയുദ്ധം സാധ്യമാവുമെങ്കിൽ അങ്ങനെ അമേരിക്കയുടെയും മറ്റ് ഇസ്രായേലിൻ്റെയും സേനകളെ ഇറാൻ്റെ മണ്ണിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ ആകർഷിച്ചു വരുത്തുകയും ചെയ്യുക എന്ന ഒരു വെയിറ്റിംഗ് ഗെയിം, ഒരു പ്ലോട്ടാണ് ഇറാൻ ഇവിടെ ഹാച്ച് ചെയ്യുന്നത്. ഈ രണ്ട് പ്ലോട്ടുകളും തമ്മിലുള്ള ഒരു അന്തരം, അതായത് ഏറിയൽ സുപ്രമസി അമേരിക്കയ്ക്ക് തന്നെയാണ്. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ യുദ്ധം ജയിക്കേണ്ട, കരയിലേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന മട്ടിൽ ഇറാൻ നിൽക്കുന്നു. അവിടെ ഒരു സന്നിഗ്ധ ഘട്ടം ഇവിടെ വരികയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, കൃത്യമായി പറയുന്നു, ഇന്ന് രാത്രിയിൽ വലിയ ആക്രമണം ഉണ്ടാകും എന്ന സൂചനയാണ് ട്രംപിൻ്റെ പ്രസ്താവനയിലുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാൻ ശ്രീ അനിൽ.